തൃശൂർ പടിയൂരിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു ഇരട്ട കൊലപാതക വാർത്തയാണ് ഇന്ന് എല്ലാ ആളുകളെയും തേടിയെത്തിയത്. എന്താണ് സംഭവിച്ചതെന്ന് പോലീസിനും ആദ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി പോലീസിന് വിളിയെത്തുന്നു. പോലീസ് സ്ഥലത്തെത്തുമ്പോൾ വീട്ടിൽ 2 പേർ മരിച്ച് കിടക്കുന്നു. ആ ദൃശ്യം തന്നെ, സീൻ തന്നെ വികൃതമാക്കപ്പെട്ട സീനാണ്. ഒരു യുവതി, 43 വയസ്സുള്ള യുവതിയുടെ സാരിയിൽ അവരും അവരുടെ പുരുഷ സുഹൃത്തുക്കളും ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ, ഫോട്ടോകൾ പിൻ ചെയ്ത് വച്ചിരിക്കുന്നു. എന്നിട്ട് അവരുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചുള്ള ഒരു കുറ്റപത്രം തന്നെ തയ്യാറാക്കി കുറിപ്പ് മാതൃകയിൽ എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെ ആ കുറ്റകൃത്യത്തിൻ്റെ സീൻ തന്നെ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് കുറ്റകൃത്യം ചെയ്ത ഏതോ ഒരു വ്യക്തി ചെയ്തത് തന്നെയാണ് എന്ന് പോലീസിന് മനസ്സിലായി. അപ്പോൾ പോലീസ് ഇവിടെ ആരാണ് താമസിച്ചിരുന്നത് എന്നാണ് ആദ്യം തിരക്കിയത്. അപ്പോൾ പറഞ്ഞു, പ്രേംകുമാർ എന്ന ഒരാളാണ് ഈ യുവതിയെ കല്യാണം കഴിച്ചിരുന്നത്. അയാൾ കോട്ടയം സ്വദേശിയാണ്. പ്രേംകുമാറിനെ കുറിച്ച് പോലീസ് പെട്ടെന്ന് തന്നെ വിവരങ്ങൾ ശേഖരിച്ചു. ദാ കിടക്കുന്നു. ഞെട്ടിപ്പോയി പോലീസ്. ഇയാൾ 2019 ഇയാളുടെ ആദ്യ ഭാര്യ വിദ്യ എന്ന യുവതിയെ കൊലപ്പെടുത്തി ജയിലിൽ കഴിഞ്ഞ വ്യക്തിയാണ്. വിദ്യ എന്ന യുവതിയെ കൊലപ്പെടുത്തി ജയിലിൽ കഴിഞ്ഞു. അതിനുശേഷം ജാമ്യത്തിലിറങ്ങി. ആ ഒരു ഗ്യാപ്പിൽ ജാമ്യത്തിൽ കഴിയുമ്പോഴാണ് ഈ പെൺകുട്ടിയെ, ഈ രേഖ എന്ന യുവതിയെ ഇയാൾ വിവാഹം കഴിക്കുന്നത്. 6 മാസമാകുന്നേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. 6 മാസമാകുന്നേ ഉള്ളൂ ഈ സ്ഥലത്ത്, ഈ പടിയൂർ എന്ന സ്ഥലത്ത് രേഖയും രേഖയുടെ അമ്മ മണിയും താമസമായിട്ട്. 5 മാസം മുമ്പായിരുന്നു രേഖയും പ്രേംകുമാറും തമ്മിൽ കല്യാണം കഴിച്ചിട്ട്. അപ്പോൾ പ്രേംകുമാർ ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്നു. ആദ്യ ഭാര്യയെ കൊന്ന് ആ കേസിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ ജാമ്യത്തിലിറങ്ങി. ആ സമയത്ത് കല്യാണം കഴിച്ച 2ാം ഭാര്യയെയും അയാൾ ഇതാ കൊലപ്പെടുത്തിയിരിക്കുന്നു, എന്നിട്ട് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പോലീസിന് മനസ്സിലായി. ഞെട്ടിക്കുന്ന കുറ്റകൃത്യം, പൈശാചികമായ കുറ്റകൃത്യം. ഇയാൾക്ക് വേണ്ടി ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്തായിരുന്നു രേഖ, മണി എന്ന രണ്ട് സ്ത്രീകളെ കൊല്ലുന്നതിനുള്ള കാരണം? പ്രേംകുമാർ ആരായിരുന്നു എന്നൊന്നും ഇവർക്കറിയില്ല. രേഖയ്ക്ക് മുമ്പ് ഒരു കല്യാണം കഴിഞ്ഞിരുന്നു. രേഖയുടെയും 2ാം വിവാഹമാണ്. ഈ സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. രേഖ പ്രേംകുമാറിനെ പരിചയപ്പെടുന്നു. 5 മാസം മുമ്പ് കല്യാണം കഴിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് രേഖ ഇരിങ്ങാലക്കുട വനിതാ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ പരാതി കൊടുക്കുന്നു. ഇയാൾ നിരന്തരം മർദ്ദിക്കുന്നുണ്ട്, തന്നെ ഉപദ്രവിക്കുന്നുണ്ട്, ഇയാളുടെ സ്വഭാവം ശരിയല്ല, ഇയാളെ ഒന്ന് താക്കീത് ചെയ്യണം. അങ്ങനെ കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഇവരെ, അതായത് ജൂൺ 2-ാം തീയതി ഇയാളെയും പ്രേംകുമാറിനെയും രേഖയെയും വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കൗൺസിലിങ്ങിന് വിധേയരാക്കി. അതിനുശേഷം ഈ അമ്മയെയോ അല്ലെങ്കിൽ രേഖയെയോ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് സഹോദരി സിന്ധു പറയുന്നു. അമ്മ മണിയെയോ രേഖയെയോ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സഹോദരി സിന്ധുവിന് അടുത്ത ഇരിങ്ങാലക്കുട സ്കൂളിൽ ജോലിയുണ്ട്. അതുകൊണ്ട് ഈ സ്കൂൾ തുറക്കുന്ന തിരക്കൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഈ വീട്ടിൽ വന്ന് ഇവരെ അന്വേഷിക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല. എന്നാൽ ഇന്നലെ ബുധനാഴ്ച ഉച്ചയോടുകൂടി വീട്ടിൽ നിന്ന് അസ്വാഭാവികമായ സ്മെല്ല്, ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. അപ്പോൾ അയൽപക്കക്കാർക്ക് എന്തോ സ്മെല്ല് വരുന്നു, വീട്ടിൽ നിന്ന് ആരെയും പുറത്ത് കാണുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ഈ രേഖയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളിനെ പുറത്തൊക്കെ കണ്ടിരുന്നു, അയാളെയും കാണുന്നില്ല. അപ്പോൾ ആളുകൾക്ക് സംശയം തോന്നി. അങ്ങനെ സിന്ധുവിനെ വിളിച്ചു. അതായത് രേഖയുടെ സഹോദരിയായ സിന്ധുവിനെ നാട്ടുകാർ വിവരമറിയിച്ചു. സിന്ധു സ്ഥലത്തെത്തി. സിന്ധു വന്ന വീടിൻ്റെ പുറക് കതക് തള്ളി തുറന്നകത്തേക്ക് കയറുമ്പോൾ തന്നെ ആ ദൃശ്യങ്ങൾ കണ്ട് അവർ നടുങ്ങി നിലവിളിക്കാൻ തുടങ്ങി. ഒരു മുറിയിൽ അമ്മ, മറ്റേ മുറിയിൽ, ഹാളിൽ അമ്മ കിടക്കുന്നു, മറ്റേ മുറിയിൽ ദാ സഹോദരി കിടക്കുന്നു. 2 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നു. വലിയ ഭീതിതമായ രംഗം, ഭീതി ജനിപ്പിക്കുന്ന രംഗങ്ങൾ. ഉടനെ തന്നെ ഇരിങ്ങാലക്കുട പോലീസിനെ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി. സ്ഥലം ബന്ദോബസ്തിലാക്കി, തെളിവുകൾ ശേഖരിച്ചു. ഫോറൻസിക്കുകാരും പോലീസ് നായ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വന്നു. ഈ സംഭവത്തിന് പിന്നിൽ പ്രേംകുമാറാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി. ഇയാൾക്കെതിരെയുള്ള ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. അപ്പോൾ ഇരട്ട കൊലപാതകത്തിന് പിന്നിൽ പ്രേംകുമാറാണെന്നും പ്രേംകുമാർ 2019 തൻ്റെ ആദ്യ ഭാര്യയായ വിദ്യ എന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണെന്നും തിരിച്ചറിഞ്ഞു. ഇനി വിദ്യ ആരാണെന്നും വിദ്യയെ കൊന്നത് എങ്ങനെയാണെന്നും കൂടി ഒരു ഫ്ലാഷ് ബാക്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് പോയിട്ട് തിരികെ വരാം. വിദ്യ എറണാകുളം സ്വദേശിയായിരുന്നു. വിദ്യയ്ക്ക് നല്ല സ്വഭാവ ഗുണങ്ങൾ. വിദ്യയും ആദ്യ ഭർത്താവുമായുള്ള ബന്ധം വിച്ഛേദിച്ചിട്ട് 2ാം വിവാഹമായിരുന്നു പ്രേംകുമാർ.
വിദ്യയ്ക്ക് വിദ്യയെ കൊലപ്പെടുത്തിയ ശേഷം അറസ്റ്റിലായി ചോദ്യം ചെയ്യുമ്പോൾ പ്രേംകുമാർ പറഞ്ഞത് വിദ്യയ്ക്ക് 4 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നാണ്. അവിടെയും വിദ്യയ്ക്ക് സ്വഭാവ ദൂഷ്യമുണ്ടായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. 2015 ഇവർ കല്യാണം കഴിഞ്ഞ് സുഖമായി ജീവിക്കുന്നു, എറണാകുളത്ത് ജീവിക്കുന്നു. 2015 തിരുവനന്തപുരത്ത് ഒരു ഗെറ്റ് ടുഗദർ, അതായത് നമ്മുടെ 96 എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നല്ലോ വിജയ് സേതുപതിയുടെ, ആ സിനിമ പോലൊരു ഗെറ്റ് ടുഗദർ നടക്കുന്നു. ആ ഗെറ്റ് ടുഗദറിൽ പ്രേംകുമാർ പങ്കെടുക്കുന്നു. പ്രേംകുമാർ അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ അയാൾക്കൊപ്പം സ്കൂളിൽ പഠിച്ചിരുന്ന സുനിത എന്ന പെൺകുട്ടിയെ കാണുന്നു. പെൺകുട്ടിയല്ല, അപ്പോൾ യുവതിയായി കാണും. സുനിതയും ഹൈദരാബാദിലാണ് ജോലി ചെയ്യുന്നത്. സുനിത ഭർത്താവുമായി പിണങ്ങി താമസിക്കുന്നു. സുനിത പ്രേംകുമാറിനെ കാണുന്നു. ഇവർ തമ്മിൽ പഴയ പ്രണയം വീണ്ടും മൊട്ടിടുന്നു. പഴയ പ്രണയം അത് വലുതാകുന്നു. അങ്ങനെ 2015 ഇരുവരും തമ്മിൽ വീണ്ടും പ്രണയം മൊട്ടിടുന്നു. പ്രേംകുമാറിന് വിദ്യയോടുള്ള സ്നേഹം കുറയുന്നു. പ്രേംകുമാർ സുനിതയോടൊത്ത് തിരുവനന്തപുരത്ത് പേയാട് ഒരു വില്ലയിൽ താമസമാക്കുന്നു. വിദ്യ എറണാകുളത്ത്. വിദ്യയ്ക്ക് ഒരു ശീലമുണ്ട്. വിദ്യയുടെ ആദ്യ ഭർത്താവിലെ മകൾ ഗോവയിൽ പഠിക്കുകയാണ്. അപ്പോൾ വിദ്യ എറണാകുളത്ത് നിന്ന് ഗോവയിലേക്ക് പോകുന്നതൊക്കെ പതിവാണ്. അപ്പോൾ വിദ്യ പലതവണ ഗോവയിൽ പോകുന്നു. പ്രേംകുമാർ ജോലിക്കുന്നോ മറ്റോ നുണയൊക്കെ പറഞ്ഞ് ഇവിടെ സുനിതയ്ക്കൊപ്പം പേയാട് താമസിക്കുന്നു. അങ്ങനെ പ്രേംകുമാറിന് സുനിതയോടൊരു ഇല്ലീഗൽ കണക്ഷൻ ഉണ്ടെന്ന് വിദ്യ തിരിച്ചറിയുന്നു. പിന്നെ എങ്ങനെയെങ്കിലും വിദ്യയെ ഒഴിവാക്കണമെന്ന് പ്രേംകുമാറും സുനിതയും തീരുമാനിക്കുന്നു. വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ്. 4 കൊല്ലത്തെ ഗ്യാപ്പുണ്ട് ഇല്ലീഗൽ കണക്ഷനൊക്കെ. ഒടുവിൽ വിദ്യയെ പ്രേംകുമാറും സുനിതയും കൂടി എന്തോ ആവശ്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ആവശ്യങ്ങളൊക്കെ ധരിപ്പിച്ച് പേയാട് വില്ലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. മദ്യം കൊടുക്കുന്നു. മദ്യം കൊടുത്ത് മയക്കി കിടത്തിയ ശേഷം കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ കൊണ്ട് ബോഡി ഉപേക്ഷിക്കുന്നു. എന്നിട്ട് ദൃശ്യം സിനിമയിൽ കണ്ടതുപോലെ ഇവർ ഗോവയിൽ പോകുന്നത് പതിവായിരുന്നല്ലോ. അതുകൊണ്ട് മംഗളൂരു എക്സ്പ്രസ്സിൽ അവരുടെ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കുന്നു. അവർ ദൂരയാത്ര ചെയ്യുന്നത് പതിവായതുകൊണ്ട് ഒരുപക്ഷെ ദൂരയാത്ര ചെയ്തിരിക്കാം, അവർ അങ്ങനെ അവിടെ ആയിരിക്കാം എന്നൊക്കെ പറയുന്നു. ഇയാൾ എന്നിട്ട് ഉദയംപേരൂരായിരുന്നു അവരുടെ വീട്. എന്നിട്ട് ഇയാൾ പോലീസിൽ പരാതിയും കൊടുക്കുന്നു. തൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന പരാതിയൊക്കെ കൊടുത്ത് ഇയാൾ തിരുവനന്തപുരത്ത് സുഖമായി ജീവിക്കുകയാണ്. വിദ്യയെ കാണാനില്ല എന്ന് പരാതി കൊടുത്തു, സുഖമായി ജീവിക്കുന്നു. വിദ്യ എന്നിട്ട് പോലീസ് ചോദിക്കും ഒരുപക്ഷെങ്കിൽ ഗോവയിലെ മകൾക്കൊപ്പമായിരിക്കാമെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അതിനുശേഷം പോലീസ് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഉദയംപേരൂരിലെ വാടക വീട് കുറെ കാലമായി പൂട്ടിയിട്ടിരിക്കുന്നു. ഇയാൾ എന്നിട്ട് വാടക വീട് ഒഴിയാൻ ശ്രമിക്കുന്നു. എന്നിട്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു. ഗോവയിലെ മകളോട് വിളിക്കുമ്പോൾ അമ്മ അവിടെ ഇല്ല എന്ന് ഉത്തരം പറയുന്നു. അപ്പോൾ ആകെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അപ്പോൾ വിദ്യയെ കാണാനില്ല തന്നെ, വിദ്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കാമെന്ന് പോലീസിന് സംശയം. പോലീസ് ആ വഴിക്ക് അന്വേഷിച്ചപ്പോഴാണ് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഒരു ബോഡിയുടെ വിവരം ലഭിക്കുന്നത്. ബോഡി തിരിച്ചറിയുന്നു, മകൾ തിരിച്ചറിയുന്നു അമ്മയുടേതാണെന്ന്. എന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു. പ്രേംകുമാർ പോലീസിനോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പറയുന്നു ഞാനാണ് വിദ്യയെ കൊലപ്പെടുത്തിയതെന്ന്. അങ്ങനെയാണ് പ്രേംകുമാർ അണ്ടർ കസ്റ്റഡിയിലാകുന്നത്, പിടികൂടുന്നത്. അതായത് ദൃശ്യം സിനിമയുടെയും 96 എന്ന് പറയുന്ന ആ ഒരു പഴയ ഗൃഹാതുരത്വം ഉണർത്തുന്ന വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത വിജയ് സേതുപതിയുടെ ചിത്രവുമൊക്കെ സ്വാധീനം ചെലുത്തിയ കൊലപാതകമായിരുന്നു വിദ്യയുടെ കൊലപാതകമെന്ന് പ്രേംകുമാർ സമർത്ഥിച്ചെടുക്കുന്നു. ആ കൊലക്കേസിൽ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കഴിയുന്നതിനിടെ ജാമ്യത്തിലിറങ്ങിയാണ് ഈ മിസ്റ്റർ പ്രേംകുമാർ അടുത്ത യുവതിയെ വലയിലാക്കി കല്യാണം കഴിക്കുന്നത്. എന്നിട്ട് അവർക്കും അവർക്കും സ്വഭാവ ദൂഷ്യം ആരോപിക്കുന്നു. അവർക്കും നിരവധി ഇല്ലീഗൽ കണക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ പുരുഷ സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോസ് അതൊക്കെ അവരുടെ കുപ്പായത്തിൽ ഒട്ടിച്ചു വെച്ചിട്ട് അവരെയും കഴുത്ത് ഞെരിച്ച് കൊന്ന ശേഷം സ്ഥലം വിടുന്നു. ഇതാണ് പ്രേമകുമാരൻ്റെ അവസ്ഥ. പ്രേമകുമാരൻ എത്രയും പെട്ടെന്ന് അഴിക്കുള്ളിലാകും. ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ. ഇങ്ങനെയൊക്കെ നടക്കുന്ന നാടായി നമ്മുടെ സാക്ഷര കേരളം, സുന്ദര കേരളം അധപ്പതിച്ചു പോയി. ഈ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിളിക്കണോ അതോ ചെകുത്താൻ്റെ നാടെന്ന് വിളിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക.